താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിക്കപ്പെട്ടവനായതുകൊണ്ട്, ആ പരീക്ഷകളെ ജയിച്ചവനായതുകൊണ്ട്, പരീക്ഷകളിൽ അകപ്പെടുന്നവരായ നമ്മളെയും സഹായിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവാകുന്നു. അതെ, നാം ഒരുപക്ഷെ പലവിധമായ പരീക്ഷകളിൽ കൂടിയും പരീക്ഷണങ്ങളിൽ കൂടിയും ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടിയും ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ കൂടിയെല്ലാം കടന്നു പോകേണ്ടി വന്നവരായിരിക്കാം, ഇപ്പോഴും കടന്നു പോകുന്നവരുമായിരിക്കാം. പക്ഷേ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടവനാണ്, ആ പരീക്ഷകളിൽ ജയിച്ചവനാണ്, താൻ തന്നെ കഷ്ടം അനുഭവിച്ചവനാണ്, കഷ്ടങ്ങളെ ജയിച്ചവനാണ്. ഈ കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഇതുപോലുള്ളതായ പ്രതികൂലങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമുക്കതിനെ അതിജീവിക്കുവാൻ കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. എത്ര പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും, എത്ര പ്രതികൂലങ്ങളിൽ കൂടി ഒരായുഷ്കാലം മുഴുവൻ ജീവിച്ചിട്ടും സ്വന്തമെന്ന് പറയുവാൻ യാതൊന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ മക്കൾ പ്രതികൂലമായതുകൊണ്ട് മക്കളിൽ നിന്ന് ഒരു നന്മയോ ഒന്നും അനുഭവിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കാം. ഒരു ജീവിതത്തിൽ സന്തോഷം എന്ത് എന്നറിയാത്തൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് നിങ്ങളുടെ ജീവിതം ഈ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, കർത്താവായ യേശു ക്രിസ്തു പരീക്ഷകളിൽ കൂടി കടന്നുപോയി, കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി ജയിച്ച് ജയാളിയായവനാകയാൽ ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് നമ്മെ ജയിക്കുന്നവരാക്കി മാറ്റും.